ഇന്ന് എൻ്റെ ചേട്ടൻ്റെ മോളുടെ, അതായത് ഞങ്ങളുടെ കുഞ്ഞാറ്റ മോളുടെ ഋതുമതിയായതിൻ്റെ ചടങ്ങാണ് നടത്തണം. ഇപ്പോൾ ഈ ചടങ്ങ് അധികം ആരും നടത്താറൊന്നുമില്ല. എന്നാൽ അത് നടത്തുന്നത് അവൻ്റെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഇത് ഓരോരുത്തരെ മോൾക്ക് ആദ്യം മഞ്ഞളും ചന്ദനമൊക്കെ തേച്ച് അവളെ കുളിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും മാറി മാറി വന്നിട്ട് അവരുടെ തലയിൽ വെള്ളമൊഴിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ചെടുക്കുക ചെയ്യണം. ചടങ്ങുകൾ അതിൻ്റേതായിട്ടുള്ള മുറ പോലെയൊന്നും നടത്തിയിട്ടില്ല. എല്ലാ ബന്ധുക്കളും ഒത്തുകൂടി അവളെ ഒന്ന് ആശീർവദിക്കുക, അതാണ് ഇത് മെയിനായിട്ട് ഉദ്ദേശിച്ചേക്കണത്. പിന്നെ നമുക്കൊരു സന്തോഷം, അതിനു വേണ്ടി നമ്മളത് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ബന്ധുക്കൾ ഓരോന്നായി മാറി മാറി കുളിപ്പിക്കൽ എന്ന ചടങ്ങ് നടത്തി. ഇതാണ് കുഞ്ഞാറ്റമ്മോളുടെ ഡ്രസ്സ്. പിന്നെ ദേ നമ്മൾ പലഹാരങ്ങളും ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. പലതരം പലഹാരങ്ങളുണ്ട്. പിന്നെ വിളക്കൊക്കെ കത്തിച്ച് പിന്നെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞാറ്റ മോളെ അവിടെ നമ്മുടെ പായയിലിരുത്തിയിട്ട് ഓരോരുത്തർ കൊണ്ടുവന്ന സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പ് ദേ വയമ്പും ഇതൊക്കെ മഞ്ഞൾ മരച്ചത് വീണ്ടും മുഖത്തും ജോയിൻസിലൊക്കെ നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർ അച്ഛനും അമ്മയും ആദ്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി ബന്ധുക്കളൊക്കെ ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ കൊണ്ടുവന്ന സമ്മാനങ്ങളൊക്കെ സ്നേഹപൂർവ്വം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മധുരം കൊടുക്കലാണ്. എല്ലാവരും മാറി മാറി മോൾക്ക് മധുരം കൊടുത്ത് അവളെ ആശീർവദിക്കുന്നുണ്ട്. അപ്പം അന്നത്തെ ദിവസം മധുരം കഴിച്ച് വയ്യാണ്ടായി മോൾക്ക്. എന്നാലും ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലുകളാണ്. പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ചടങ്ങുകളൊക്കെ നമ്മൾ വളരെ ലളിതമായ രീതിയിൽ നമുക്ക് പറ്റാവുന്ന തരത്തിൽ ഒന്ന് നടത്തുന്നു എന്ന് മാത്രം. ഈ ചടങ്ങുകളൊക്കെ പണ്ട് മുതലേ നടത്തി വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സമയത്ത് പെൺകുട്ടികൾക്ക് മാനസികമായും ശാരീരികമായിട്ടുള്ള റെസ്റ്റ് വേണം. അപ്പോൾ ഈ ചടങ്ങ് നടത്തുമ്പോൾ തന്നെ അവർ അതിൽ 7 ദിവസം റെസ്റ്റ് എടുത്ത് മഞ്ഞളും ഇതൊക്കെ തേച്ച് കുളിപ്പിച്ച് അവരുടെ ശരീരവും മനസ്സും ഒരുപോലെ ശുദ്ധീകരിക്കുകയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതിലൂടെ എന്താ പറയുക, അവർക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത്. എല്ലാവരും കൂടെയുണ്ട്, പിന്നെ എല്ലാവരും എന്നെ കെയർ ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നൽ നമ്മൾ ഈ സമയത്ത് അവരിൽ ഊട്ടിയുറപ്പിക്കുക ചെയ്യണം. അതുപോലെ തന്നെ ഈ ചടങ്ങ് അന്നത്തെ ദിവസം എല്ലാവരും ഒത്തുകൂടിയിട്ട് അവരുടെ ഒരു അനുഗ്രഹം, പിന്നെ നമുക്കും ഒരു ഒത്തുകൂടൽ, എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു നിമിഷങ്ങൾ, അതാണ് മെയിനായിട്ടും ഇതുകൊണ്ട് ഉദ്ദേശിക്കണത്. അതുപോലെ തന്നെ ഈ ചടങ്ങ് നടത്തുമ്പോൾ വളർന്നു വരുന്ന ആൺകുട്ടികൾക്കും ഈ സമയത്ത് പെൺകുട്ടികളോടൊരു ബഹുമാനവും കെയറിങ്ങും ഒക്കെ കൂടുതൽ തോന്നാൻ വേണ്ടിയിട്ടും അതും ഇത് സഹായിക്കുന്നുണ്ട്. മധുരം കൊടുത്തു കഴിഞ്ഞ് എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളി സദ്യയും കഴിച്ചിട്ടാണ് പിരിഞ്ഞത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം. താങ്ക്